അപ്പം ഒരു പാട്ട് അങ്ങോട്ട് പാടിയിട്ട് എന്ത് ചെയ്തിട്ട് എൻ്റെ കയ്യടി വെക്കുന്നില്ല, പാട്ട് വെക്കുന്നില്ല. ഇപ്പോൾ ഓർക്കുന്ന ആ ബാബു പാസ്റ്ററും വേറെ 1-2 പേരുടെ ആ പാട്ട് എന്നെ കൊണ്ടൊരു 10-15 ആവർത്തി പാടിപ്പിച്ചു. അവർ പറഞ്ഞത് താളം ശരിയാക്കിയിട്ട് മതി എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പാടിപ്പിച്ചു. എനിക്ക് സങ്കടമുണ്ട്. ഞാനൊരു ദൈവം ഇതിനകത്ത് നിന്ന് പെട്ടുപോയല്ലോ എന്നായി. വിശ്വാസം. 2 ദീർഘക്ഷമ. അതാ ഇല്ലാത്തത്. ഏതാ രണ്ടാമത് പറഞ്ഞത്? എന്തുവാ? വിശ്വാസം പിന്നെ എങ്ങനെയും ഒക്കെ ഒന്നുമില്ല, ചുമ്മാ വായ്ത്താളം വന്നിലും അടിക്കാം. വിശ്വസിക്കുന്ന ആതാ വിശ്വസിക്കുന്ന. രണ്ടാമത് പറഞ്ഞതാ പണ്ട് വല്യപ്പൻ പറഞ്ഞ പോലെ കോടതിയുടെ മുഴക്കം കൊണ്ടാണോ മൈസറേറ്റന്റെ വായി പല്ലില്ലാത്ത കണ്ടോ ഉള്ളത് കണ്ടാണോ എനിക്കൊന്നും തിരിയുന്നില്ലെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് സമയം പോയത് കൊണ്ടാണോ അതോ പറഞ്ഞ കാര്യം മനസ്സിലാകാത്ത കൊണ്ടാണോ? ദൈവമക്കൾക്ക് അത്യാവശ്യമാ ദീർഘക്ഷമ, അല്ലേ? വളരെ അത്യാവശ്യം. വിശേഷിച്ച് പെന്തിക്കോസുകാർക്ക്, വിശേഷിച്ച് ഉപദേശിമാർക്ക്. ഞാൻ സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് വരാം. ചിലർ ചിന്തിക്കും അങ്ങോട്ട് ഇന്ന് വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നും ചിലർക്ക് ചിലപ്പോൾ ചിന്ത അങ്കുരിക്കാം. എബ്രായ ലേഖനം പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. നമ്മൾ ചിന്തിച്ചു, നിങ്ങൾക്കറിയാം. പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ ഏറ്റവും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നതരം നീസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം നീസ്തു. നിങ്ങളെ ഈ കൈയടിക്കുമ്പം കൈയടി വേണം, നല്ലതാ. എങ്കിലും ഈ മാത്ര തെറ്റിക്കരുത്. മാത്ര തെറ്റിച്ചാൽ താളവും പോകും. ഓരോ പാട്ടിനും അതിൻ്റെ താളത്തിലടിക്കണം. നമുക്ക് ആകെ ഒരു താളമായിട്ടായിരിക്കുന്നത് മുഴുവൻ പാട്ടിനും. അനാവശ്യമാണ് നിങ്ങൾ പറയും. എന്നാലും പണ്ട് ഞങ്ങളുടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു. പുള്ളി പറയുമായിരുന്നു, ഈ പാട്ടിൻ്റെ താളം പഴയ അപ്പന, പഴയ ഭാഷയല്ല പുള്ളി പറയുന്നത്. പാട്ടിൻ്റെ താളം തന്തയും, പാട്ടിന്റെ താളം തന്ത, രാഗം തള്ളയ. അപ്പൊ പുള്ളി പറയുമായിരുന്നു, താളവും രാഗവും ഇല്ലാത്ത പാട്ട് പാടരുതെന്ന് പുള്ളിയുടെ ശൈലി പറയുമായിരുന്നു. ഇപ്പൊ അത്ര പറയുന്നു. അപ്പം ഞാൻ പണ്ടൊരു പാട്ട് പാടി, പഴയതറ ബാബു പാസ്റ്റർ വീട്ടിൽ ഇരിക്കുമ്പോഴാണ്. ഈ പെന്തിക്കോസിലോട്ട് വന്ന സമയമല്ലേ, നമ്മൾ ഈ അമ്പലത്തിലെല്ലാം നടന്ന് നാമം ജപിച്ചും വായിച്ചു എടുത്തുമൊക്കെ അതിങ്ങനെ അകത്തിരിക്കുക. അപ്പം ഒരു പാട്ട് അങ്ങോട്ട് പാടിയിട്ട് എന്ത് ചെയ്തിട്ട് എൻ്റെ കയ്യടി വെക്കുന്നില്ല, പാട്ട് വെക്കുന്നില്ല. ഇപ്പോൾ ഓർക്കുന്ന ആ ബാബു പാസ്റ്ററും വേറെ 1-2 പേരുടെ ആ പാട്ട് എന്നെ കൊണ്ടൊരു 10-15 ആവർത്തി പാടിപ്പിച്ചു. അവർ പറഞ്ഞത് താളം ശരിയാക്കിയിട്ട് മതി എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പാടിപ്പിച്ചു. എനിക്ക് സങ്കടമുണ്ട്. ഞാനൊരു ദൈവം ഇതിനകത്ത് നിന്ന് പെട്ടുപോയല്ലോ എന്നായി. പക്ഷെ അതെനിക്ക് ഗുണമായി. പാടിട്ടൊക്കാഞ്ഞ ഭാഗവിധ ആ പാട്ടിപ്പോൾ ഓർക്കുന്നു. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടി ഇടി കൊണ്ടു മരിച്ചവ. അപ്പൊ ഞാൻ അവിടെ പാടിയിട്ട് ഒക്കുന്നില്ല. ആ ഭാഗം അതിൽ ഒരു ചില വ്യത്യാസപ്പെടുത്തിയ എന്ത് ചെയ്തിട്ട് ഒക്കുന്നില്ല. ഒരു 15 ആവർത്തി തന്നെ നമ്മുടെ സൈമൺ പാസ്റ്റർ കാവാലത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പാടിപ്പിച്ചെന്നെ കൊണ്ട് അത് ഒപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു.
പുള്ളി പറഞ്ഞത് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടങ്ങോട്ട് വരുന്ന സമയമാണ് പുള്ളി പറഞ്ഞേ, കർത്താവിൻ്റെ വേല ചെയ്യുന്ന സമയത്ത് ഈ പാട്ടൊക്കെ പാടുമ്പം ആൾക്കാർ പഠിക്കരുതെന്ന്. ശരിയാക്കി വെച്ചാ അന്ന് യോഗം നടത്തിയത്. അതുപോലെ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് ഞങ്ങളുടെ തിരുനിലത്തെ ലീലാമാമ എന്നെ വലിയ കാര്യമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് ഒരിക്കൽ ഞങ്ങൾ അവരുടെ വീട്ടിൽ, രക്ഷിക്കപ്പെട്ട് 3 മാസം അങ്ങാണ്ടേ ആയുള്ളൂ. അപ്പോൾ അവരുടെ വീട്ടിൽ പ്രാർത്ഥന, എനിക്കൊന്നും അറിയാൻ മേല, ഇപ്പോഴും അറിയത്തില്ല. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പം ഇളയ മകൻ ബിനോയോട് പറഞ്ഞു, എടാ ആ പാട്ടൊന്ന് പാടിക്ക്. അപ്പം ബിനോയ് പറഞ്ഞു, ഏത് പാട്ടാ മമ്മി? ലീലാമാമയ്ക്ക് ഇതിൽ ട്യൂണും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇന്നീ മംഗലം ശോഭിക്കുക. ബിനോയും അത്ര ട്യൂണില്ല, ഡൽഹിയിലുണ്ട് അദ്ദേഹം. അപ്പൊ അത് പാടി. അപ്പൊ എന്നോട് പറഞ്ഞു, എന്നെ ഒരു മോനെ പോലെ എന്നോട് ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നതില്ല, എടാ നീ ഈ പാട്ട് പഠിക്കണം എന്നോട് പറയുക. ഞാൻ രക്ഷിക്കപ്പെട്ട് 3 മാസം ആയുള്ളൂ. എടാ അനീഷേ, നീ ഈ പാട്ട് പഠിക്കണം. ഞാൻ പറഞ്ഞു, എനിക്കറിയാം. നീ ഇത് പഠിക്കണം, നീ വലിയ പാസ്റ്ററായിട്ട് കല്യാണമൊക്കെ നടത്തേണ്ടതാണ്. പ്രവചനം തിരുനെല്ലത്തെ കാവാലത്തെ ലീലാമാമനെ അറിയത്തില്ലേ? ഞാൻ ഇപ്പോഴതൊക്കെ ഓർക്കുമ്പോ എനിക്ക് ദൈവം പറയിപ്പിച്ചതാ. ഇതെന്നതാന്ന് പോലും അറിയാൻ മേല, ഒരു പാട്ട് പോലും വന്നറിയാൻ മേല, പ്രാർത്ഥിക്കാൻ അറിയാൻ മേല. പക്ഷെ സഭയിൽ ചെന്നപ്പോ ഈ ലീലാമ്മ പറയാ, നീ ആ പാട്ട് പഠിക്കും, നീ ഇനി വലിയ പാസ്റ്റൊക്കെ ആയിട്ട് കല്യാണം നടത്തണം, എന്നാലും ഈ പാട്ടാ പാടണ്ടെന്ന്. അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ അമ്പലത്തിൽ പോയിച്ച് വരുമ്പം നമ്മുടെ ജോഷിയുടെ വല്യമ്മച്ചി മരിച്ചു. അവര് CSIയില. അതിൻ്റെ രാത്രി ഒരു പ്രാർത്ഥന. ഞാൻ അമ്പലത്തിൽ പോയിച്ച് പ്രസാദമൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കളപക്കുറിയുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് വേണ്ടപ്പെട്ട വീട്. അപ്പം ഞാനും ചെന്നപ്പോൾ ജോഷിയുടെ അമ്മയുടെ അമ്മ സ്തോത്രാമ്മ അറിയാമല്ലോ. അപ്പം ഞാൻ കളപക്കുറി എൻ്റെ കയ്യിലുണ്ട്, പ്രസാദമുണ്ട്, ഇതുപോലെ ഒരു 2 അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാണ്. ഈ അമ്മച്ചി എന്നെ നോക്കി വെച്ച് പറഞ്ഞു, അയ്യോ നല്ല പ്രത്യാശയുള്ള മോനാന്നല്ലോ, കർത്താവിൻ്റെ വേലയ്ക്കാന്നല്ലോ. ഈ കളപ്പക്കുറിയുടെ മേളിൽ കൂടെ കൈ ഓടിച്ചത്. ദൈവം മുന്നമേ കണ്ടതാ. ഈ പറഞ്ഞതിൽ പലരും കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു, പക്ഷെ അതെല്ലാം ദൈവം നിറവേറ്റി. അതാ ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ദൈവമൊക്കെ നിരാശപ്പെട്ടൊന്നും പോകരുത്. നിങ്ങളെ പറ്റി, കുടുംബത്തെ പറ്റി, തലമുറയെ പറ്റി ദൈവം ആലോചന തന്നിട്ടുണ്ടെങ്കിൽ ദീർഘക്ഷമയോട് ഇരുന്നാൽ മതി. തക്ക സമയമാകുമ്പോൾ ദൈവം അത് അടുക്കടുക്കായിട്ട് നിറവേറ്റി തരും. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതാ ദീർഘമാക്കുന്നില്ല ആ ഭാഗം. അപ്പം പാട്ട് പാടുമ്പം എല്ലാവരും താളത്തിൽ വേണം കൈയടിക്കാനും, ഒരേ താളത്തിൽ നിൽക്കണം. അത് എല്ലാവരും, ഒരാളുടെ കാര്യമല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് മഹത്വം. ഇവിടെ എബ്രായ ലേഖനം യേശുക്രിസ്തുവാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ഓരോ അധ്യായത്തിലും ക്രിസ്തു ശ്രേഷ്ഠൻ എന്നങ്ങോട്ട് തെളിയിച്ചു. നമ്മൾ ചിന്തിച്ചല്ലോ, 6-ാം അധ്യായത്തിൽ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഓർപ്പിക്കുക, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരണം. 6-ാം അധ്യായത്തിൽ എബ്രായ ക്രിസ്ത്യാനികളെ 3 കാര്യം വിശേഷമായിട്ട് പ്രബോധിപ്പിക്കുന്നു. 1, നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. 2, ഹിതകരമായ ഫലം പുറപ്പെടുവിക്കണം. വായിച്ച 2-ാം വാക്യം അത് നമ്മൾ ചിന്തിച്ചതാ, എന്നാലും വായിച്ചു. മൈക്കിൽ കൂടെ വായിക്കാൻ കുറച്ചുകൂടെ ഉചിതമായിരിക്കും എന്ന് അശ്വിനി പാസ് വായിക്കാമെങ്കിൽ വായിക്കും. ദൈവദാസി വായിക്കുന്നതിന് കുറ്റമായിട്ടല്ല, മൈക്കിൽ കൂടെ ഒന്ന് വായിച്ചോട്ടെ, തെറ്റാതെ വായിച്ചോളാം. മരിച്ചവരുടെ അതുകൊണ്ട് ദുർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പിന്നെ അടിസ്ഥാനം പിന്നെ ഇടാതെ
നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കണം. ദൈവം മതി. അപ്പൊ ഒന്ന്, പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. നമുക്കൊരു ശ്രമവും കൂടെ വേണം, വേണ്ടേ? ശ്രമം ഉണ്ടായിരിക്കണം. ഏത് കാര്യവും ശ്രമിച്ചെങ്കിലേ അത്. ബൾബുണ്ടാക്കിയ പുള്ളിയെ പറ്റി പറഞ്ഞത് 999 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടും കത്തുന്നില്ല, മടുത്തില്ല, വീണ്ടും ഉണ്ടാക്കി. അന്നേരം നമ്മൾ 2 പ്രാവശ്യം ഉണ്ടാക്കി, പിന്നെ തല്ലിപ്പൊട്ടിച്ചേച്ച് വേറെ കാര്യത്തിന് പോകും. ഞാൻ കുന്തം ഉണ്ടാക്കാൻ പോകുന്നു, വട്ടം കണ്ടില്ല എന്നുള്ള എന്റെ സമയം. അപ്പൊ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, ഇത്രയും പുള്ളി പറഞ്ഞ, അപ്പൊ ഇത്രയും പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റുകയില്ലെന്ന് തെളിഞ്ഞല്ലോ. ഇത്രയും പ്രാവശ്യം ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് തെളിഞ്ഞല്ലോ. ശ്രമിക്കണം. നമ്മള് ശ്രമിച്ചാൽ കാര്യം നടക്കും. ഓവരം പണി അങ്ങ് മേളിച്ചല്ലാൻ ശ്രമിക്കുക. അപ്പം മേളിൽ നിന്ന് പറഞ്ഞ് മിക്കവാറും ഇതുമാരും മേളി മുട്ടിക്കാൻ സാധ്യത ഉണ്ട്. ഭാഷ കലക്കിയേക്കാൻ പറഞ്ഞു. മിക്കവാറും ഇത് മേളി മുട്ടിക്കാൻ ഭാഷ കലക്കാൻ പറഞ്ഞു. മണ്ണെടുക്കാൻ പറഞ്ഞപ്പോൾ ഇഷ്ടിയായിട്ട് ചെന്നു, ഒറ്റ കയറി ഇഷ്ടിയേക്ക് കലക്കി. ബാബയില് സ്തോത്രം. അപ്പൊ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അപ്പൊ നമുക്കൂടെ താല്പര്യം വേണം, ഇത് ശ്രമിക്കണം. അവിടെ വിവരിക്കുന്നില്ല, പരിജ്ഞാനപൂർത്തി. ക്രിസ്തുവിനെ പറ്റിയുള്ള ആദ്യ വചനങ്ങളെല്ലാം വിടണം. ക്രിസ്തുവിനെ വിടാനല്ല, ക്രിസ്തുവിനെ പറ്റിയുള്ള ആദ്യ വചനം എന്ന് പറഞ്ഞാൽ യേശു രക്ഷിക്കും, പാപം മോചിക്കും, രോഗസൗഖ്യമാക്കും, സമാധാനത്തിന്. അതൊക്കെ അങ്ങനെ തന്നെ. വരുമ്പം മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്നാലോ? അത് മാറ്റി വെച്ച് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. ഞങ്ങൾക്കൊരു അപ്പച്ചനുണ്ടായിരുന്ന, പുള്ളി പഴയ പാസ്റ്ററാ, ഒറ്റ പ്രസംഗമേ ഉള്ളൂ. എന്റെ പ്രിയ, നീ സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ. പുള്ളിക്ക് എപ്പ സമയം കൊടുത്താലും എന്റെ പ്രിയെ നീ സുന്ദരി. വേറൊരാളുണ്ടായിരുന്നു, എപ്പോ കൊടുത്താലും കാന്തം വരാറായി. അതിന് പിള്ളേർ വേറൊരു പേര് വിട്ട്. അത് തെറ്റാന്നല്ല, കൊള്ളുകാലെന്നല്ല, സ്തോത്രം. നമ്മൾ ശ്രമിക്കണം, ഉത്സാഹിക്കണം. പെന്തിക്കോസ് വന്നിട്ട് 25 കൊല്ലം കഴിഞ്ഞ് ആ കൂടെ അറിയാവുന്ന 4 പാട്ട്, അതും അത്ര തിട്ടമില്ല. ഇപ്പം ഇടയ്ക്കത്തെ വരിയല്ല. നാളെ പറഞ്ഞു, പാട്ടില്ലെങ്കിലും ജീവിക്കരുതോ? പിന്നെ സ്തോത്രം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാൻ. അപ്പോൾ ദൈവമക്കൾ ഒന്ന് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. അത്യാവശ്യമാണ്. പരിജ്ഞാനത്തോടെ സംസാരിക്കുവാൻ, നടക്കുവാൻ, ചെയ്യുവാൻ, പ്രവർത്തിപ്പാനൊക്കെ വളരെ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ശ്രമത്തോടെ പോയാൽ ആ പരിജ്ഞാനപൂർത്തി പ്രാപിക്കാം. അതെ. അപ്പൊ ഒന്ന് പത്രോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ വിശ്വാസത്തിൽ. ഇടയ്ക്കൊരു പദം കൊണ്ട് ശക്തിപ്പെടുവീൻ, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, ശക്തിപ്പെടുവീൻ, പുരുഷത്വം കാണിപ്പീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യും. അപ്പൊ അവിടെ ഒരു പ്രയോഗമാ, പുരുഷത്വം കാണിക്കണം. പുരുഷത്വം കാണിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണുമ്പോൾ മീശ പിരിച്ചു വെക്കണമെന്നല്ല. ചില അങ്ങനെ ധരിച്ചു വെക്കുന്നത്. പുരുഷത്വം കാണിക്കണം, അതല്ല പുരുഷത്വം. സ്തോത്രം. ആത്മീക ജീവിതത്തിലും പുരുഷത്വം ഉണ്ടായിരിക്കണം. ഈ പുരുഷത്വം കാണിപ്പിനെന്ന് പറഞ്ഞാൽ പണ്ട് ഉപദേശിച്ച് പറഞ്ഞത് കടമെടുക്കുക. അതിന്റെ മറുവശം ചിന്തിക്കുമ്പോഴേ പിള്ളേര് കളി മാറ്റണം. അതായത് ഇപ്പൊ പിടികിട്ടിയല്ലോ, പുരുഷത്വം കാണിക്കണം, പിള്ളേര് കളി. പെന്തിക്കോസ് വന്നിട്ട് 50 കൊല്ലമായി, ഇപ്പോഴും പിള്ളേര് കളി എങ്ങനെ?
പണ്ടൊക്കെ ഇപ്പോഴത്തെ സ്കൂളിലെ പഠിത്തം എനിക്ക് അറിയത്തില്ല. പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ബെഞ്ച് മാത്രമേ ഉള്ളൂ. എഴുതാൻ നേരത്ത് ബെഞ്ചിന്റെ പുറകിലോട്ട് മുട്ട കുത്തുന്നത് ബെഞ്ചെ വെച്ച് എഴുതി കഴിഞ്ഞ് ബെഞ്ചിലോട്ട് കയറി എന്നൊക്കെ അങ്ങനെ. അപ്പൊ ബെഞ്ചേല് മുഴുത്ത ബെഞ്ചാന്നേ 5 പേരിരിക്കും, നീളം കുറവുള്ള ബെഞ്ചാന്നേലും 4 പേരായിരിക്കും. പിന്നെ പിള്ളേർ കൂടുതലുണ്ട്, ചില ബെഞ്ച് 6 പേരെ എങ്ങനെയും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ 1-ാം ക്ലാസ്സിലെ പിള്ളേരാ. ഒരുത്തൻ പറയാം, സാറേ ഇവൻ എന്നെ ഞോണ്ടി. ആരാടാ ഞോണ്ടിയത്? അഭയദേവ്. സാറ് അഭയദേവ് എഴുന്നേറ്റേടാ, എഴുന്നേറ്റ്. നീ ഇവനെ ഞോണ്ടിയാ? സാറേ അവൻ എന്നെ കൊഞ്ഞണം കുത്തി. അന്നേരം ഞാൻ അവനെ. ഇതൊക്കെയായി പിള്ളേര് കളി. വേറെ സാറേ എന്നാടാ? ഇവൻ എന്നെ ഇരട്ടപ്പേര് വിളിച്ചു. ആരാ? സാം എഴുന്നേറ്റ്. നീ ഇവനെ ഇരട്ടപ്പേര് വിളിച്ചോ? അവൻ എന്റെ അപ്പന് വിളിച്ചു. നീ എന്നെ ഇരട്ടപ്പേരെ വിളിച്ച്? എന്നെ കയറി ലുട്ടാപ്പി എന്ന് വിളിച്ചു. ലുട്ടാപ്പി പണ്ട് ബാലരമയിലുള്ളതാണ്, ഞാനും വായിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ വേറെ പുസ്തകം മാത്രം വായിക്കുന്നുണ്ട്, ബാലരമ അറിയത്തില്ല. ഇതൊക്കെയായി പിള്ളേര് കളി. ദൈവമക്കൾ പിള്ളേര് കളി മാറ്റണം. ഞാൻ ചെന്നപ്പോ എനിക്ക് സ്വോത്രം തന്നില്ല, നീ അങ്ങ് ആദ്യം കൊടുക്കണം. നീ കണ്ടച്ച് വെട്ട് കണക്കല്ലായിരുന്നോ? ആദ്യം നീ കണ്ടതല്ലേ? കണ്ടം പറയണ ചന്ദ്രൻ പാസ്റ്റർ സ്വോത്രം, അതല്ലേ എന്റെ മര്യാദ. ഞാൻ ഉടനെ വിട്ട് തന്നത് എനിക്ക് സ്വോത്രം തരുമല്ലോ എന്നൊന്ന് ഉണ്ടോ? ഒരാൾ നടന്നു വരുമ്പോൾ നമ്മൾ കണ്ട് നടന്നു വരുന്നുണ്ട്, പുള്ളി അടുത്ത് വിട്ട് വരുമ്പോൾ നമ്മൾ അറിയാത്ത ഭാഗത്ത് ഇരിക്കുക. കുറച്ച് കഴിഞ്ഞേക്കും ആത്മാവിലാകുക. അടിച്ചു കഴിഞ്ഞ എപ്പോ വന്നായിരുന്നു ഉണ്ടോ? വളച്ചിൽ കണ്ടോ? അവിടെ നടന്നു വരുന്ന കണ്ടതല്ലേ? സ്റ്റെപ്പ് കയറിയപ്പോഴല്ലേ നീ താഴോട്ട് നോക്കി കണ്ണടച്ചിരുന്നേ? അന്നേച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് എപ്പോ വന്നായിരുന്നു? ഞങ്ങളുടെ വല്യമ്മ വെച്ച് പറയടാ, വിളച്ചിലും പാടെ നീ എടുക്കരുത്. പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. സ്തോത്രം. ആട്ടെ, വിവരിക്കുന്നില്ല. 1-2 പേരുടെ മുഖത്ത് ഒരു വല്ലായ്മ പോലെ തോന്നുന്നു. ഷുഗറോ പ്രഷറോ കുറഞ്ഞതായിരിക്കാം. 1 പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. 2 ദൈവത്തിന് ഹിതകരമായതിനെ പുറപ്പെടുവിക്കണം. 7-ാം വാക്യം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ എന്ന് പറഞ്ഞ ഇഷ്ടം പോലെ മഴയുണ്ട്. നിലോ നല്ലതാ, കട്ടയെല്ലാം ഉടച്ച് നിരത്തി അതെല്ലാം പാകത്തിന് പരുവമാക്കി, കട്ടയെല്ലാം ഉടച്ച് വെള്ളം ഇഷ്ടം പോലെ വെള്ളമുണ്ട്, എല്ലാം ക്രമീകരിച്ച് വിത്തും പതിച്ച്. പക്ഷെ ഫലമായ തിമരത്തിൻ പലമെട്ടുപ്പത്തിനായി വന്നിടുമ്പോ ഫലമില്ലാതിരുന്നാൽ വെട്ടുമൂടൻ നിന്നെ എന്തു ഭയങ്കരമേ. അപ്പോൾ ഹിതകരമായ ഫലം പുറപ്പെടുവിക്കണം. നമുക്ക് ഹിതമുള്ളതല്ല, പിന്നെയോ ദൈവത്തിന് ഹിതം. കൃഷിക്കാരൻ, സാക്ഷാൽ കൃഷിക്കാരൻ ദൈവമാണ്. മിസ്രയീമിൽ എന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ പറിച്ചു മാറ്റി ഒരു നല്ല തടമെടുത്ത് അതിന് വേല് കെട്ടി, മതില് കെട്ടി, അല്ലെങ്കിൽ വേല് കെട്ടി ചക്കുവൊക്കെ കുടിച്ചിട്ട് ഗോപുരമെല്ലാം പണിത് ആ കല്ലെല്ലാം പെറുക്കി കളഞ്ഞ് നമ്മളെ കൊണ്ട് നട്ടിരിക്കുക. നല്ല കൃഷിക്കാരനാകുന്ന ദൈവം. ആ ദൈവം നോക്കിയിരിക്കുക അതിന്റെ ഫലം പുറപ്പെടുവിക്കാൻ. അന്നേരം കായ്ക്കുന്നത് മുഴുവൻ കാട്ടുമുന്തിരിങ്ങ. പച്ചക്കും തിന്നാനൊക്കെയല്ല, പഴുത്തും തിന്നാനൊക്കെ. അഥവാ 2 എണ്ണം തിന്നാന്ന് വെച്ചാൽ മയങ്ങി കിടക്കുകയും ചെയ്യും കാട്ടുമുന്തിരി. ചിലരോട് നമ്മൾ സംസാരിച്ചാൽ നമുക്ക് അന്ന് ഉറക്കം വരികയല്ല, മയങ്ങി കിടക്കുക ചിലര്. എന്നെ പറ്റി ഉറക്കം, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. എന്നെ പറ്റി ഞാനാണ്ട് ആ പുള്ളിയോടൊന്ന് സംസാരിച്ചതാ, മയക്കവടി കൊണ്ടതുപോലെ.
സംസാരിക്കുമ്പോൾ അയ്യോ ഞാൻ പുള്ളിയോട് സംസാരിച്ച് എന്നാ സുഖമായിരുന്നെന്നറിയാമോ, പുള്ളി ആ പറഞ്ഞ കാര്യമല്ല ഞാൻ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു, നല്ല ഉറക്കവും വന്ന് അതെല്ലാം ചിന്തിച്ച് അങ്ങനെ പറയിപ്പിക്കണം. അയ്യോ ഞാൻ അവാർദാനുമായിട്ടൊന്ന് പെട്ടുപോയി, എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു തകർച്ച ഇനി മണ്ണും ഭൂമിയുള്ള കാലത്തോളം അവനുമായിട്ട് ഞാൻ. പണ്ട് തകഴിയിലെ തങ്കച്ചായൻ പെങ്ങളുടെ വീട്ടിൽ വന്ന് പെങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വന്ന ഉടനെ പുള്ളി തകഴി നമ്മുടെ തങ്കച്ചായൻ ഇപ്പോൾ പാസ്റ്റർക്കറിയാം, അതുകൊണ്ടായി കൃത്യം പറയാൻ അഭിപ്രായ വ്യത്യാസം വന്ന് പുള്ളി അങ്ങോട്ട് ചെന്ന് വേലിയിൽ നിന്ന് ഒരു ഉണക്കക്കമ്പെടുത്ത് വെച്ച് പൊടിച്ചേച്ച് ഒരു കഷണം അങ്ങോട്ട് ഒരു കഷണം ഇങ്ങോട്ട് പറഞ്ഞ് ഇതെന്ന് മുറി കൂട് വന്നേ നീയുമായിട്ട് മിണ്ടുകൊള്ളണം. ഉണക്കക്കമ്പ് ഒരിക്കലും കിളിച്ചു വരികയല്ല. അത് പുള്ളി രണ്ടായിട്ട് ഒടിച്ചേച്ച് ഒരു കഷണം അപ്പുറത്തോട്ട് എറിഞ്ഞ് ഒരു കഷണം ഇപ്പുറത്തോട്ട് എറിഞ്ഞ് പറഞ്ഞു കുഞ്ഞമ്മ ഇത് രണ്ടും എന്ന് കൂടും അന്നേയായിട്ട് മിണ്ടു വന്നു പറഞ്ഞ അത്രയ്ക്ക് മിണ്ടാൻ കൊള്ളുകയല്ല. സ്തോത്രം. ഞങ്ങളുടെ ഒരു വല്യപ്പനുണ്ടായിരുന്നു, വല്യപ്പന. പുള്ളി അനാവശ്യം പറയത്തില്ല, തെറി പറയത്തില്ല. പുള്ളി രക്ഷിക്കപ്പെട്ടൊന്നുമല്ല അന്ന്. പുള്ളിക്ക് അങ്ങേയറ്റം അങ്ങ് സഹിക്കാൻ പറ്റാത്ത ഇത് വരുമ്പോ പുള്ളി പറഞ്ഞ അയ്യോ ഇവൻ വെറും വെറും അങ്ങേയറ്റം പറഞ്ഞ വെറും 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 വേറെ അനാവശ്യം പുള്ളി പറയത്തില്ല. അതുപോലെ സഹിക്കാൻ പറ്റാതെ പറയുന്ന ഇവൻ വെറും. അങ്ങനെയുള്ളതുകൊണ്ട് ഞാനും അങ്ങ് പറയാ വെറും വെറും അങ്ങനെ പറയിപ്പിക്കരുത്. ഹിതകരമായ ഫലം പുറപ്പെടുവിക്കണം. അത് നമുക്ക് ഹിതമല്ല, ദൈവത്തിന് ഹിതം. അതിലെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ദൈവത്തിന്റെ ഹിതത്തിനൊന്ന് സമർപ്പിച്ചേ. ഭർത്താവോ ഭാര്യയോ മക്കളോ ചാർച്ചക്കാരോ ബന്ധുക്കളോ ഇല്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. സമയത്ത് ദൈവം ദൂതനെ ഇറക്കും. ദൂതനെ ഇറക്കി നമ്മെ ശക്തീകരിക്കും. സ്തോത്രം സ്തോത്രം. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഗീതമെന്തെന്നു ഞാൻ അറിയുവാൻ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ഓ എൻ മനം പുതുക്കി മാറിടും നിത്യ എൻ മനം പുതുക്കി നിത്യ നിന്യമനീകി ലോകലാവണ്യ നിന്യമനൻ ഈ ലോകലാവണ്യ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യൂ. എന്റെ ഇഷ്ട ഒന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ട എന്നിൽ. ഓ എന്റെ ഇഷ്ട ഒന്നും പ്രിയരേ, അങ്ങ്. ഓ എന്റെ ഇഷ്ടം ഒന്നും പ്രിയരേ, അങ്ങേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ദൈവത്തിന്റെ ഹിതകരമായ ഫലം പുറപ്പെട്ടിരിക്കുക. നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ ആരുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം. ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യർക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും ചാർച്ചക്കാർക്കും സ്നേഹിതർക്കും ബന്ധുമിത്രാദികൾക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരികയല്ല. അവർക്കെല്ലാം ഇഷ്ടമുള്ളത് ദൈവത്തിനും ഇഷ്ടപ്പെടുകയല്ല. അപ്പൊ ചോദിക്കും ഭാഷ എങ്ങനാ, ഈ ഭൂമിയിലല്ലയോ ജീവിക്കുന്നേ? അതെ, അങ്ങനെ ഇഷ്ടപ്രകാരം നീ ജീവിച്ച് എല്ലാരും കൈവിട്ടാലും ദൂതനെ ദൈവം ഇറക്കും. സ്തോത്രം. അതാ ദൈവത്തിന്റെ ഹിതം. മൂന്നാമത്തെ കാര്യം 6-ാം അധ്യായത്തിൽ ഇവരെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങള് ഉത്സാഹമുള്ളവരായിരിക്കണം. 11-ാം വാക്യം വായിച്ചേ. 11. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ. നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞാൻ. ഉത്സാഹം കാണിക്കണം. എന്തുവാ? ഉത്സാഹം. ഉത്സാഹം.
സ്തോത്രം. നമുക്ക് ഉത്സാഹം കാണിക്കാൻ വലിയ താല്പര്യം വലിയ എവിടെയെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ, പെരുന്നാളോ ഉത്സവമോ ഗാനമേളയോ ഇവിടെ വന്നിരിക്കുന്നുണ്ട കാര്യമല്ലേ, ഓൺലൈനിൽ ചിലര് കാണും. ഇതിന് ചിലപ്പം ശേഷമായിട്ട് ആരെങ്കിലും കാണുകയോ കേൾക്കുന്നവരും കണ്ടെന്നും വരാം. അവരെയും കൂടെ ഉൾപ്പെടുത്തിയ അല്ല നിങ്ങൾ പറയുന്നത് ഞങ്ങൾ 10-12 പേര് വന്നിരുന്ന അല്ലേലും ആയൊക്കെ ഞങ്ങളെ കാണുമ്പോൾ ഒരു ഇളക്കം. അങ്ങനെ ചിന്തിക്കണ്ട. ഉത്സാഹം, ആത്മീകത്തിൽ ഉത്സാഹമില്ല, പക്ഷെ എവിടെയെങ്കിലും ഉത്സവം ഉണ്ടെങ്കിൽ സ്തോത്രം. ദൈവമക്കൾക്ക് ആത്മീക വിഷയത്തിൽ ഉത്സാഹം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയ്ക്ക് പോകാന്ന് പറയുമ്പോൾ ഒരു ഉത്സാഹം. അങ്ങനല്ലേ പുസ്തകത്തിൽ യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആലയത്തിലേക്ക് പോകാന്ന് പറയുമ്പോ അയ്യോ ഷർട്ട് തേച്ചില്ല, പാൻറ്റും തേച്ചില്ല, ഓ ഞാൻ ഷേവ് ചെയ്തില്ല. സഹോദരന്മാരാണ്, വണ്ടിക്ക് കാറ്റ് കുറവാണ്, അവിടം വരെ ചെല്ലാൻ പറ്റുമോന്ന് ഉത്സാഹമുണ്ട്. ഇതെല്ലാം നടക്കും. വണ്ടി പെട്രോൾ ഇല്ല, കേറ് സൂസമേ നമുക്ക് പോകാം. പോകുന്നിടത്തോളം പോകും, ബാക്കി നമുക്ക് വണ്ടി വെച്ചു നടന്നു പോകണം. അങ്ങനെ നീ പോകുമ്പോൾ ആ ഉത്സാഹം ദൈവം കാണും. നീ വെക്കാൻ ഉദ്ദേശിച്ചിടം വരെ ചെല്ലുന്നതിന് മുന്നേ ഇവിടെ ദൈവം ക്രമീകരണം ഒരുക്കും. ഒരുക്കും. അനുഭവത്തിൽ നിന്നായി പറയാനേ, അല്ല ചുമ്മാ ആൾക്കാരെ കണ്ടപ്പോ ഇളകി പറഞ്ഞതല്ല. ചിലതൊക്കെ അനുഭവത്തിൽ നിന്നാ. ഉത്സാഹത്തോടൊന്ന് ഇറങ്ങിക്കേ. അറിയത്തില്ല വഴി എങ്ങനെയാ തുറക്കുന്നുണ്ട്. ദൈവത്തിന്റെ വഴി നമുക്കൊന്ന് യോബിനോട് വെച്ച് പാറമേ സർപ്പത്തിന്റെ വഴി നിനക്കറിയാവോ? പുള്ളിക്കെല്ലാം അറിയാനും പറഞ്ഞാ ഇരിക്കുന്നത്. എനിക്കറിയാൻ മേലാത്ത ഒന്നും ഇല്ല. ഞാൻ എന്നെ പോലെ അറിവുള്ള ആള് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ തമ്പുരാൻ അവസാനം ചുഴലിക്കാറ്റ് ഇറങ്ങി ഇങ്ങോട്ട് വന്നു. മേളിൽ നിന്നൊരു ചോദ്യം ചോദിച്ച, അറിവ് കൂടാതുള്ള ആലോചനയെ മറച്ചു കളയുന്നോരിവൻ. അങ്ങനൊരു വരവ് ഇങ്ങോട്ട് തന്നെ പുള്ളി വന്ന മൂച്ചിന് പുള്ളി ചോദിച്ചു, കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അറിയത്തില്ലെന്ന് ഉറക്കെ പറയാൻ കഴിയലായതിന് പുള്ളി മഹാനക്കരത്തെ ചൂണ്ടലിട്ട് പിടിക്കാവോ എന്ന് ചോദിച്ചു. അതിന്റെ മൂക്ക് കയറ് കോർക്കാവോ എന്ന് ചോദിച്ചു. പിന്നെ തുരുതുരാന്ന് ചോദ്യമായിരുന്നു. ഒടേ പുള്ളി വെട്ടിനകത്ത് വീണച്ച് പറഞ്ഞു, അയ്യോ നിന്നെ പറ്റി നിനക്ക് സകലം നമുക്കറിയത്തില്ല ദൈവത്തിന്റെ വഴി. ദൈവം അങ്ങനെ ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തിന്റെ പദ്ധതി. നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നമ്മുടെ വഴികളുമല്ല ദൈവത്തിന്റെ വഴി. പ്രൈസ് ദി ലോർഡ്. നാം ദൈവഹിതത്തിനങ്ങ് സമർപ്പിച്ചാൽ മതി. അപ്പൊ ആത്മീക ജീവിതത്തിൽ ഉത്സാഹം വേണം. പ്രാർത്ഥിക്കാൻ ഒരു ഉത്സാഹം, പാട്ട് പാടാൻ നമ്മുടെ ഉത്സാഹത്തോടെ പാടണം. ഒരു പാട്ട് പാടിയായിട്ട് നമ്മുടെ നല്ല കോപുര കുഞ്ഞോളച്ചമ്മ പറഞ്ഞ തടിപ്പുറത്തെ വെടി പോലെ നിൽക്കണം. പാട്ട് പാടുന്ന ലൈലാൻഡിന്റെ വണ്ടി കയറ്റം കയറി വരും പോലെ പാടി പുകഴ്ത്തിട ദേവദേവനെ. നിന്റെ കൂടെ ഒരു പൂഞ്ഞാൻ പോലും വരികയില്ല. ആ പാട്ടും പ്രാർത്ഥന കേൾക്കുമ്പോ തന്നെ പിന്നെ ഞങ്ങളുടെ കാവാലത്തൊരു കുടുംബമുണ്ട്, മാലിത്തുള്ള കുടുംബം. അവര് സഹോദരിമാർ 2 പേരും അമ്മയും അപ്പനും കൂടെ പാട്ട് പാടിയ ഒരു 100 പേര് യോഗം നടത്തുന്നത് പോലെ. ഒരു 100 നമ്മൾ ഓർക്കും ഭയങ്കര അവിടെ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ഭയങ്കര ശബ്ദം ചെന്നപ്പോ അവര് 4 പേരാ. ഞാനിവിടെ കയറിയിരുന്നു. ദൂരെ നിന്ന് കേട്ടോ ഭയങ്കര യോഗം നടക്കും. ഭയങ്കര കുടുംബ പ്രാർത്ഥനയാ. ഹൈപ്പിച്ചില്ല അവര് പാടൊക്കെ കൊണ്ട് പാടി ആരാധിച്ച് നമ്മളൊക്കെ വലിയ ഭയങ്കര യോഗം നടക്കുക.
അത് വെള്ളം പൊങ്ങി കിടക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര മുടക്കൂ, നല്ല ഉത്സാഹം ഉണ്ടായിരിക്കണം. നമ്മുടെ പാട്ട് കേട്ടാ ആ പൂച്ച പോലും എഴുന്നേറ്റ് പോകും.